നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ റാങ്കിങ്ങിൽ അർജൻറ്റീന 1-ാം സ്ഥാനം തിരികെ പിടിച്ചിരിക്കുന്നു. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് അവർ കടന്നുപോയി. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഫിഫ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ലൈവ് അപ്ഡേഷനാണ്. എന്നിട്ട് ഒടുവിൽ ഓരോ സമയത്തും ഒരു ഫൈനൽ ആയിട്ടുള്ള പബ്ലിക്കേഷൻ വരികയും ചെയ്യും. ഏതായാലും ഓരോ മാച്ചിനനുസരിച്ച് അതിങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് അർജൻറ്റീന 1-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ വേൾഡ് കപ്പിനിടയ്ക്ക് അവർ ഒന്ന് താഴേക്ക് പോയി, 2-ാം സ്ഥാനത്തേക്കും 3-ാം സ്ഥാനത്തേക്കൊക്കെ പോയിരുന്നു. അതിനിടയ്ക്ക് ഫ്രാൻസ് കയറി 1-ാം സ്ഥാനത്തേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം സെറ്റിലായിട്ടുണ്ടെന്ന് പറയാം. ഇതിൽ ബ്രസീൽ ഇതിനിടയ്ക്ക് ഒന്ന് താഴേക്ക് പോയത് ഒന്ന് മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. മൊറോക്കോ മുന്നോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞ ഈ ഒരു ഘട്ടത്തിലുള്ള ഫിഫ റാങ്കിങ്ങിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. 1-ാം സ്ഥാനത്ത് അർജൻറ്റീന 1970.37 റേറ്റിംഗ് പോയിൻറ്റുമായിട്ട് 1-ാം സ്ഥാനത്ത് അർജൻറ്റീന. രണ്ടാമത് സ്പെയിന് 1965.61 റേറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിലാണ് ഇനി ഫൈനൽ കളിക്കാനുള്ളത്. 3-ാം സ്ഥാനത്ത് ഫ്രാൻസ്, 4 ഇംഗ്ലണ്ട്, 5 ബ്രസീൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 6 മൊറോക്കോയും ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. പോർച്ചുഗൽ താഴേക്ക് വീണിരിക്കുന്നു. പോർച്ചുഗൽ 5-ാം സ്ഥാനത്ത് നിന്ന് 7-ാം സ്ഥാനത്താണ് ഇപ്പോൾ പോർച്ചുഗൽ ഉള്ളത്. ബെൽജിയം 8-ാം സ്ഥാനത്താണ്, ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നെതർലൻഡ്സ് 9-ാം സ്ഥാനത്താണ്. മെക്സിക്കോ 4 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അവരിപ്പം 10-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ടോപ്പ് 10 ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയുന്നത്. അതേസമയം 11-ാം സ്ഥാനത്താണ് ഇപ്പോൾ കൊളംബിയ, 2 സ്ഥാനം മെച്ചപ്പെടുത്തി. ജർമ്മനി 2 സ്ഥാനം നഷ്ടപ്പെടുത്തി 12-ാം സ്ഥാനത്ത്. ക്രൊയേഷ്യ 2 സ്ഥാനം നഷ്ടപ്പെടുത്തി 13-ാം സ്ഥാനത്ത്. സ്വിറ്റ്സർലൻഡ് 5 സ്ഥാനം മെച്ചപ്പെടുത്തി 14-ാം സ്ഥാനത്തെത്തുമ്പോൾ USA ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 16-ാം സ്ഥാനത്തും. ജപ്പാൻ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 17-ാം സ്ഥാനത്തും. സെനഗൽ 3 സ്ഥാനം താഴേക്ക് പോയി 18-ാം സ്ഥാനത്തും. നോർവേ 12 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 19-ാം സ്ഥാനത്തേക്കും. ഉറുഗ്വായ് 4 സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി 20-ാം സ്ഥാനത്തേക്കും വീണിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 20 സ്ഥാനക്കാർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.